Good morning, future managers. Welcome to our channel MBA Chaser. So നമുക്ക് ഇന്നൊരു മോട്ടിവേഷൻ കോട്ടോടെ തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ദി ദി ബെസ്റ്റ് പ്രിപ്പറേഷൻ ഫോർ ടുമാറോ ഈസ് ഡൂയിങ് യുവർ ബെസ്റ്റ് ടുഡേ. നിങ്ങൾ ഇന്ന് നിങ്ങളെ ജീവിതത്തിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്താലേ നാളെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിരിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങണം. ദർ ഇസ് നോ ടുമാറോ. നാളെ നോക്കിയിരിക്കില്ല, ഇന്ന് തന്നെ തുടങ്ങണം. സോ നമുക്കിന്ന് നമ്മുടെ ടൈം ആൻഡ് വർക്കിന്റെ അടുത്തൊരു വീഡിയോ സെക്കൻഡ് പാർട്ടിലോട്ട് നമുക്ക് കടക്കാം. സോ നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോകാം. സോ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം. കഴിഞ്ഞ ഒരു ടൈം ആൻഡ് വർക്കിന്റെ വീഡിയോ, ആ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ബേസിക്സ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട, ഷോർട്ട് കട്ട്സ്, കൺവെൻഷൻ മെത്തേഡ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് പോയി കണ്ടിട്ട് വന്നു എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. സോ നമുക്ക് ഇതിൽ തുടങ്ങാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ, Ram can do a piece of work in 10 days. Both Ram and Shyam can do the same piece of work in 6 days. Then in how much time Shyam alone complete the work? So Ram days എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ എടുക്കുകയാണ്. ഡേയ്സ് എഫിഷ്യൻസി നമ്മൾ പൊതുവെ ഇങ്ങനെയാണ് എടുക്കുന്നത്, എഫിഷ്യൻസി. സോ ഡേയ്സ് എത്രയാണ് രാം എടുത്തത്? 10 ദിവസമാണ് രാം എടുത്തത്. എന്നാൽ രാമും ശ്യാമും കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്? 6 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ശ്യാം ഒരൊറ്റ ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ടോട്ടൽ വർക്ക് ഡൺ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു LCM ഓഫ് ഡേയ്സ് 10ഉം 6ഉം. സോ എത്രയാണ്? 30 ആയിരിക്കും നമ്മുടെ LCM. സോ നമ്മൾ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഡേയ്സ്. അപ്പം 30 ഡിവൈഡ് ബൈ 10 എത്രയാണ്? 3 യൂണിറ്റ്സ് പെർ ഡേ. അപ്പം 30 യൂണിറ്റ്സ് ആണ്. ഈ എഫിഷ്യൻസി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് എഫിഷ്യൻസി എന്ന്. വർക്ക് വൺ ഡേ വർക്കാണ്. ഒരു ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്നാണ് നമ്മൾ എഫിഷ്യൻസി വെച്ച് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് അടുത്ത് രാമും ശ്യാമും കൂടി എത്ര ദിവസം കൊണ്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യണം? 6 ദിവസം കൊണ്ട്. സോ അതിന്റെ എഫിഷ്യൻസി എത്രയാണ്? 30 ഡിവൈഡ് ബൈ 6. സോ അവർ രണ്ടുപേരും കൂടി 5 യൂണിറ്റ്സ് പെർ ഡേ ചെയ്ത് തീർക്കും. സോ നമുക്ക് ശ്യാമിന്റെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടാളും കൂടി ഇപ്പം രാമും ശ്യാമും കൂടി എടുക്കുന്ന എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 5ആണ്. ഒരു ദിവസം കൊണ്ട് അവർ 5 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യും. സോ നമ്മളെ ശ്യാമാണെങ്കിൽ 3 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം. അല്ല, രാമാണെങ്കിൽ 3 യൂണിറ്റ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം സോ രാം പ്ലസ് ശ്യാം അല്ലേ 5 യൂണിറ്റ്. സോ രാമിന്റെ തന്നിട്ടുണ്ട് 3 യൂണിറ്റ്സ് എന്ന്. അപ്പൊ ശ്യാം എത്ര ആയിരിക്കും? 2 യൂണിറ്റ്സ് ആയിരിക്കും അല്ലേ? അപ്പൊ രാം എത്ര ചെയ്യും? 2 യൂണിറ്റ്സ് പെർ ഡേ ചെയ്യും. സോ നമ്മളപ്പോ എന്താ ഡേയ്സ് കണ്ടുപിടിക്കാൻ തോന്നി? ടൈം ഈസ് ഈക്വൽ ടു എഴുതി വെച്ചിരിക്കണം. ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഡിവൈഡ് ബൈ എഫിഷ്യൻസി. അപ്പം ടൈം ടേക്കൺ ബൈ ശ്യാം എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ 2. അപ്പം 15 ദിവസം കൊണ്ടാണ് ശ്യാം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ 4ാമത്തെ ക്വസ്റ്റ്യൻ. സോ ഇതെല്ലാം നിങ്ങളെ ബേസിക് ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യണം. സോ A plus B can do a piece of work in 20 days and A can do the same work in 60 days. In how much days will B complete the same work? നിങ്ങൾ ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാണ്ടതാണ്. കാരണം ഇത് ഞാൻ ഇത്രയും പഠിപ്പിച്ചെന്നല്ലേ, പഠിക്കണ്ടേ? ഇതൊക്കെ ഈസിയാണ്. സോ A plus B എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 20 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ A എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? 60 ദിവസം കൊണ്ടാണ്. അപ്പൊ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. സോ അതിനുവേണ്ടി നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ്? LCM ഓഫ് 20ഉം 60ഉം. അപ്പൊ എത്ര LCM എത്രയായിരിക്കും? 60 ആണ്. 60 യൂണിറ്റ്സ് ആണ് നമ്മുടെ വർക്ക് ഡൺ. അപ്പം എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഡേയ്സ്. അപ്പൊ എത്ര? 60 ഡിവൈഡഡ് ബൈ 20, 3 യൂണിറ്റ്സ് പെർ ഡേ. പിന്നെ 60 ഡിവൈഡഡ് ബൈ 60 എത്രയാണ്? 1 യൂണിറ്റ് പെർ ഡേ. സോ നമ്മുടെ ബി എത്രയായിരിക്കും? ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 3 - 1
2 യൂണിറ്റ്സ് പെർ ഡേ ആയിരിക്കും അത് നമ്മളെ ബി ചെയ്യണ വർക്ക്. സോ നമ്മുടെ ഇപ്പോൾ ഈ ബി എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും? ടോട്ടൽ വർക്ക് ഡൺ 60 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. 30 ദിവസം കൊണ്ടാണ് ഒരു വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യണത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകും. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ബേസിക് ആദ്യം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തരണത്. സോ ആദ്യം ബേസിക് ക്ലിയർ ആക്കിയാലേ ബാക്കിയുള്ളതിലോട്ട് പോകാൻ പറ്റുള്ളൂ. അഡ്വാൻസിലോ ഈ പൊതുവെ ടൈം ആൻഡ് വർക്കിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഈസിയാണ്. സോ ഇത്രയും ഈസിയാണ്. ഇതാണ് കോൺസെപ്റ്റ്. ഇത് നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യനോട്ട് പോകാം. സോ എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days, ബി ക്യാൻ ഡു ദി സെയിം വർക്ക് ഇൻ 12 days and C complete the work in 20 days. In how much days will A, B and C complete the same work? സോ ഇതിലെന്ന് പറയുമ്പോൾ 3 ആളുകൾ വരുന്നുണ്ട്. സോ നമ്മൾ 3 ആളുകൾ വരുമ്പോഴും സെയിം മെത്തേഡാണ് യൂസ് ചെയ്യണം. സോ എ എന്ന് പറയുന്ന ആള് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? 10 ദിവസം കൊണ്ട് വർക്ക് ചെയ്താൽ ബി എന്ന് പറയുന്ന ആള് 12 ദിവസം എടുക്കും. സി എന്ന് പറയുന്ന ആള് അത് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ 20 ദിവസം എടുക്കും. സോ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 1 day വർക്കാണ്. സോ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ ആദ്യം കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ LCM ഓഫ് 10, 12, 20. അപ്പോൾ അതിൻ്റെ LCM എത്ര ആയിരിക്കും? 60 യൂണിറ്റ്സ് ആയിരിക്കും. സോ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ 60 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 6 യൂണിറ്റ് പെർ ഡേ വർക്ക് ചെയ്യും. സോ അതേപോലെ 60 ഡിവൈഡഡ് ബൈ 12 5 യൂണിറ്റ് പെർ ഡേ. അതേപോലെ 60 ഡിവൈഡഡ് ബൈ 20 3 യൂണിറ്റ്സ് പെർ ഡേ ചെയ്യും. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൗ മച്ച് ഡേയ്സ് വിൽ എ പ്ലസ് എ ബി ആൻഡ് സി ക്യാൻ കംപ്ലീറ്റ് ദി സെയിം വർക്ക്. സോ നമ്മളെ എയും ബിയും സിയും കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? സോ 6 പ്ലസ് 9 6 പ്ലസ് 3 പ്ലസ് 5 6 പ്ലസ് 5 പ്ലസ് 3 എത്ര? 11 14 തന്നെ. അപ്പം 14 60 ഡിവൈഡഡ് ബൈ 14 ആയിരിക്കും നമുക്ക് ആൻസർ. സോ അപ്പോൾ എത്ര? ടൈം ടേക്കൺ ബൈ എ ബി സി എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ 14. സോ 30/7 ഡേയ്സ് എന്നാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. വേണമെങ്കിൽ നമുക്ക് 4/2/7 എന്നും പറഞ്ഞ് എഴുതാം. സോ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം ഇപ്പം ക്വസ്റ്റ്യൻ എങ്ങനെ തരണോ അതേപോലെ നമുക്കിത് മാറ്റണം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇപ്പം ഇതേപോലെ തരാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഇപ്പം ഫ്രാക്ഷനിൽ തരാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇപ്പം കാറ്റിലാണെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ തീറ്റ ക്വസ്റ്റ്യൻസ് വരും. തീറ്റ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം നിങ്ങൾ അതിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. സോ അതിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തിട്ട് 30 ഡിവൈഡ് ബൈ 7 എത്ര നോക്കി 7 2/7 ഇടാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് പോയിന്റിലോട്ട് ആക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത നമുക്കൊരു പുതിയൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ 6th ക്വസ്റ്റ്യൻ. A plus A and B can do a piece of work in 8 days. എക്കും ബിക്കും ചേർന്ന് 8 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബി ആൻഡ് സി ക്യാൻ ഡു ദി സെയിം വർക്ക് ഇൻ 12 days. സിക്കും 12 ദിവസം കൊണ്ട് ഒരു വർക്ക് ചെയ്യാൻ പറ്റും. A and B can A and C complete the work it in 8 days. എയും സിയും 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. സോ എയും ബിയും ഒരു വർക്ക് ചെയ്യാൻ 8 ദിവസം എടുക്കും. ബിയും സിയും ഒരു വർക്ക് ചെയ്യാൻ 12 ദിവസവും ചേർന്ന് ഒരു വർക്ക് ചെയ്യാൻ എ പ്ലസ് സി എയും സിയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ 8 ദിവസം എടുക്കും. സോ ഇൻ ഹൗ മച്ച് ഡേയ്സ് എ ബി ആൻഡ് സി കംപ്ലീറ്റ് ദി ഹോൾ വർക്ക് ടുഗദർ. സോ നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കണ്ടേ? എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കും. LCM ഓഫ് 8, 12 and 8. അപ്പോൾ നമ്മുടെ LCM എത്രയായിരിക്കും? 24 യൂണിറ്റ്സ് ആയിരിക്കും നമ്മുടെ LCM. സോ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ 1 day വർക്കാണ്. സോ 24 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3 യൂണിറ്റ്സ് പെർ ഡേ. ദെൻ 24 ഡിവൈഡഡ് ബൈ 12 2 യൂണിറ്റ്സ് പെർ ഡേ. ദെൻ 24 ഡിവൈഡഡ് ബൈ 8 അങ്ങനെ 3 യൂണിറ്റ്സ് പെർ ഡേ. സോ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇൻ ഹൗ മച്ച് ഡേയ്സ് എ ബി ആൻഡ് സി കംപ്ലീറ്റ് ദി ഹോൾ വർക്ക് ടുഗദർ. അപ്പോൾ ഇവരെല്ലാവരും ടുഗദർ ആയിട്ട് ഒരു വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ചെയ്യാൻ അവർക്ക് എത്ര ദിവസം എടുക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കുറേ കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാണ്. അപ്പോൾ എത്ര? 2a പ്ലസ് 2b പ്ലസ് 2c ഈക്വൽ ടു എഫിഷ്യൻസി നമ്മൾ അങ്ങ് കൂട്ടുകയാണ്. 3 5
സോ നമ്മൾ എന്തുകൊണ്ട് ഡേയ്സ് എടുത്തില്ല? ഡേയ്സ് എടുക്കാൻ പറ്റൂല, ഡേയ്സ് ഫിക്സഡ് ആണ്, കാരണം അവർ ചെയ്തതാണ്. അതേപോലെ തന്നെ എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അവർ എത്ര വർക്ക് ചെയ്തു ഒരു ദിവസത്തിൽ. സോ എ പ്ലസ് ബി പ്ലസ് സി എത്രയാണ്? 4 യൂണിറ്റ് പെർ ഡേ ആണ്. അതാണ് ഇവിടെ എഴുതുന്നത്, 4 യൂണിറ്റ്സ് പെർ ഡേ. സോറി, 4 യൂണിറ്റ്സ് പെർ ഡേ. സോ നമ്മളെ എഫിഷ്യൻസി, നമ്മളെ ഡേയ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ടൈം ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 4. 24 എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ, അപ്പോൾ എത്ര കിട്ടും? 6 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ. സോ അടുത്ത നമുക്ക് ഇത് എ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച്, ക്വസ്റ്റ്യനിൽ എ പ്ലസ് ബി ചെയ്യാൻ 8 ദിവസം, ബി പ്ലസ് ബിയും സിയും കൂടി ചെയ്യാൻ 12 ദിവസം, എയും സിയും കൂടി ചെയ്യാൻ 8 ദിവസം എടുക്കും. സോ നമ്മൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. അതിൻ്റെ LCM ഇത്ര 24 ആണ് അതിൻ്റെ LCM. ദെൻ അതിൻ്റെ എഫിഷ്യൻസി 3 ആണ്. എന്റെ ബിന്റെ എഫിഷ്യൻസി 3, ബിന്റെ സിന്റെ എഫിഷ്യൻസി വന്ന് 2, എയുടെ സിയുടെ എഫിഷ്യൻസി വന്ന് 3 വരും. സോ ഇത് നമ്മൾ എ പ്ലസ് ബി പ്ലസ് സി മൂന്നിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതെല്ലാം കൂടി സം ചെയ്യും. സോ 2a plus 2b plus 2c equal to 8. So a plus b plus c equal to 4 unit per day. അപ്പോൾ അവർ 4 യൂണിറ്റ് പെർ ഡേ ആണ് ഒരു ദിവസം ചെയ്യണത്. അപ്പം നമ്മളെ ടൈം കണ്ടുപിടിക്കാൻ, ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി 24 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 6 യൂണിറ്റ്സ് എന്ന് കണ്ടുപിടിക്കും. എന്ന് പറയുമ്പോൾ ഫൈൻഡ് ദി ഇൻഡിവിജ്വൽ ടൈം ഓഫ് എ, ബി ആൻഡ് സി ടു കംപ്ലീറ്റ് ദി ഹോൾ വർക്ക് എന്ന്. എയും ബിയും സിയും 3 പേരും സെപ്പറേറ്റ് ആയിട്ട് എത്ര ദിവസം എടുക്കും ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഓരോരുത്തർ? സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. എ പ്ലസ് ബി എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ് പെർ ഡേ ആണ്. എയും ബിയും കൂടി ചേർന്ന് 3 യൂണിറ്റ്സ് പെർ ഡേ ആണ്. ദെൻ എ പ്ലസ് സി ഈക്വൽ ടു, സോറി, ബി പ്ലസ് സി ഈക്വൽ ടു 2 ആണ്. സോ നമുക്ക് എനെ ബിയുടെ ടൈമിലോട്ട് ആക്കാം. സോ ബി, സോറി ഒരു മിനിറ്റ്, സോ നമുക്ക് എനെ ബിയുടെ ടൈമിലോട്ട് ആക്കാം. ഈക്വൽ ടു 3 മൈനസ് ബി. അതേപോലെ തന്നെ സീനെ നമ്മൾ പണ്ട് ചെയ്യണമല്ലോ, സി ഈസ് ഈക്വൽ ടു 2 മൈനസ് ബി. സോ നമ്മുടെ ലാസ്റ്റ് ആൻസർ എ പ്ലസ് സി. സോ നമ്മുടെ എ പ്ലസ് സി എത്രയാണ്? 3 അല്ലേ? സോ നമുക്ക് ഇത് രണ്ടും ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 3 മൈനസ് 3 പ്ലസ് 2 മൈനസ് 3, 2 മൈനസ് ബി ഈക്വൽ ടു 3. സോ എത്രയാണ്? 5 മൈനസ് 2b ഈക്വൽ ടു 3 ആണ്. സോ 2b എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ഇപ്പുറത്ത് പോകുമ്പോൾ 2, ദെൻ b ഈസ് ഈക്വൽ ടു 1 ആണ്. സോ ബി 1 കിട്ടിയാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം എളുപ്പമല്ലേ? സോ ബി 1 യൂണിറ്റ് പെർ ഡേ ആണെങ്കിൽ ദെൻ എ എത്രയാണ്? എ പ്ലസ് ബി ഈക്വൽ ടു 3 ആണ്. അപ്പം 2 യൂണിറ്റ് പെർ ഡേ ആണ് എ. ദെൻ സി എത്രയാണ്? സി എന്ന് പറയുന്നത് ബി പ്ലസ് സി ഈക്വൽ ടു 2 ആണ്. സോ again 1 യൂണിറ്റ് പെർ ഡേ. സോ നമുക്ക് എ ഈസ് ഈക്വൽ ടു 2 യൂണിറ്റ്സ് പെർ ഡേ, ബി ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ് പെർ ഡേ, ദെൻ സി ഈസ് ഈക്വൽ ടു 1 യൂണിറ്റ് പെർ ഡേ. സോ നമ്മുടെ എയുടെയും ബിയുടെയും സിയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എത്ര ദിവസം കൊണ്ടാണ് അവർ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്? എ ബി സി ഓരോ ഡേയ്സ് എഫിഷ്യൻസി എത്ര? 2, 1, 1. സോ നമുക്ക് അവരെ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ് നമുക്ക് കിട്ടിയത്? 24 യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടിയത്. സോ ടോട്ടൽ എത്ര വർക്ക് ചെയ്ത്? 24 യൂണിറ്റ് വർക്കാണ് ചെയ്തത്. മനസ്സിലായി? സോ നമ്മുടെ വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. 12 ഡേയ്സ് ആണ് അവർ എടുത്തത്. അതേപോലെ തന്നെ 24 ഡേയ്സ് ആണ് എടുത്തത്. ദെൻ 24 ഡേയ്സ് ആണ് എടുത്തത്. 24 ഡേയ്സ് എങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ? 24 ഡിവൈഡഡ് ബൈ 1 യൂണിറ്റ് പെർ ഡേ, ദെൻ 24 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ. സോ എ ചെയ്യാൻ 12 ദിവസം എടുത്ത്, ബി ചെയ്തത് 24 ദിവസം എടുത്ത്, സി അത് മൊത്തം ചെയ്യാൻ 24 ദിവസം എടുത്ത്. അങ്ങനെ 3ന്റെ ഇൻഡിവിജ്വൽ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും, എന്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ LCM എടുക്കാത്തത്? സോ ഇതിന്റെ LCM എടുക്കാത്തതിന്റെ മെയിൻ റീസൺ നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ്? 24 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക് ഡൺ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ
So thank you everyone for hearing this much time with us.